കർത്താവ് നമുക്ക് നന്ദി പറയാം. ദൈവവചനം നമ്മൾ സ്വീകരിക്കുകയാണ്. വചനത്തിൻ്റെ വലിയ കൃപകൾ നമ്മളെ നയിക്കുന്നത് ആഴമായ അനുതാപത്തിലേക്കാണ്. ഒരു അനുതാപ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മൾ കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി പ്രത്യേകിച്ച് ഒരുങ്ങുന്ന സമയമാണ്. സാറത് പറഞ്ഞ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 24 അധ്യായം എടുക്കാമോ? മത്തായി സുവിശേഷം 24 അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി സുവിശേഷം 24 അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. അല്ലെ, എന്താ വചനം പറയുന്നത്? അതിനാൽ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളും തയ്യാറായിരിക്കണം. അല്ലെ, കർത്താവ് നമ്മളോട് പറയുകയാണ്, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ തയ്യാറായിരിക്കണം. എന്താണ് നിങ്ങൾ തയ്യാറായിരിക്കേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ആര് വരുന്നത്? മനുഷ്യപുത്രൻ വരുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല കർത്താവ് വരുന്നുവെന്ന്. അല്ലെ, മാലാഖമാര് എന്ന് പറഞ്ഞു, ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അല്ലെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. അവനാണ് ആര്? യേശു. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് ആര് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? കർത്താവ് വരുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തീരെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അല്ലെ, ഒരിക്കൽ കൂടി വായിച്ച് 44 വചനം. അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. അല്ലെ, ഈശോ നമ്മളോട് ആവർത്തിച്ച് സുവിശേഷങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജാഗരൂകരായിരിക്കണം. എല്ലാ സമയത്തും നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. അത് നോമ്പ് കാലത്ത് മാത്രമല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമുള്ളവരായിരിക്കണം. അല്ലെ, എപ്പോഴാണ് കർത്താവ് നമ്മുടെ ആത്മാവിനെ വിളിക്കുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ ഇടപെടൽ ഏത് വഴിയിലൂടെ വരുന്നു എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അല്ലെ, അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ആര് വരുന്നത്? മനുഷ്യപുത്രൻ വരുന്നത്. ഇനി 25 അധ്യായം എടുത്ത്. 25 അധ്യായം 12 മുതലുള്ള തിരുവചനം വായിക്കാമോ? 25 അധ്യായം 12 മുതലുള്ള തിരുവചനം വായിച്ചേ. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. 13 അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. അല്ലെ, നിങ്ങൾ നല്ല ഒരുക്കമുള്ളവരായിരിക്കുവിൻ. അല്ലെ, നിങ്ങൾ കാത്തിരിക്കുവിന്. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും നിങ്ങൾ കർത്താവിനെ കാത്തിരിക്കുവിൻ. ഇനി യെശയ്യാ 35 എടുത്ത്. യെശയ്യാ പ്രവചനം 35 അധ്യായം. യെശയ്യാ പ്രവചനം 35 അധ്യായം പെട്ടെന്ന് എടുക്കാമോ? യെശയ്യാ 35 അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യാ 35 3 മുതലുള്ള തിരുവചനം വായിച്ച്. ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. അല്ലെ, എന്തിനാണ് അങ്ങനെ ഉറപ്പിക്കുന്നത്? ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. അടുത്ത വചനം വായിച്ചേ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു, ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, 3-ാമത്തെ വരികൾ വായിച്ച്. ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, എന്ത് ചെയ്യണം? ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ്? ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് വരാൻ പോവുകയാണ്. അല്ലെ, കർത്താവ് എന്ത് ചെയ്യാൻ പോവുകയാണ്? പ്രതികാരം ചെയ്യാനായിട്ടാണ് വരുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ഈ പ്രതികാരം? ഈ പ്രതികാരം എന്താണ്? കുറെ ആളുകളെ ഒന്ന് നശിപ്പിക്കുന്നു, അതാണോ പ്രതികാരം? അല്ല, ദൈവം പ്രതികാരം ചെയ്യുമെന്ന് വചനത്തിൽ ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെ, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യരുത്. ആര് ചെയ്യും? കർത്താവ് ചെയ്യും. അതാണ്. എന്താണ് ഈ പ്രതികാരം? ദൈവം ചെയ്യുന്ന പ്രതികാരത്തിന്റെ അർത്ഥം എന്താണ്? ദൈവം പ്രതികാരം വളരെ ശ്രദ്ധിക്കണം. കർത്താവ് പ്രതികാരം ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. അതാണ് വചനം പറയുന്നത്. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നു. പ്രതികാരം ആരുടേതാണ്? മനുഷ്യൻ്റെതല്ല. പ്രതികാരം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ, പ്രതികാരം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നമ്മളോട് പോലും പ്രതികാരം ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നു, ഉടനെ പോയി നമ്മൾ ആത്മഹത്യ ചെയ്യുകയല്ല. നമ്മളോട് പോലും പ്രതികാരം ചെയ്യാനായിട്ട് പാടില്ല. അതിനുള്ള അനുവാദം നമുക്കില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
ബൈബിൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: പ്രതികാരം ആരുടേതാണ്? പറയൂ, പ്രതികാരം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. സങ്കീർത്തനങ്ങളിലൊക്കെ പല ഇടങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരാശയം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് എന്ത് ചെയ്യരുത്? പ്രതികാരം ചെയ്യരുത്. പ്രതികാരം മുഴുവൻ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുവിൻ, അപ്പോൾ നിങ്ങൾ അവന്റെ തലയിൽ തീക്കനൽ കൊരിയിടുകയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൺസെപ്റ്റിലല്ല ഈ പ്രതികാരം. പ്രതികാരം എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ വരുന്നത് കുറെ ആളുകളെ അടിക്കുന്നു, നശിപ്പിക്കുന്നു, അവർക്കെതിരെ കേസ് കൊടുക്കുന്നു, അവരെ പിടിച്ച് ജയിലിലിടുന്നു, അതല്ല. അങ്ങനെയുള്ള പ്രതികാരമല്ല. ബൈബിളിലെ പ്രതികാരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഡിസ്ട്രക്റ്റീവ് ബട്ട് കൺസ്ട്രക്റ്റീവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നതല്ല, മറിച്ച് പുനർനിർമ്മിക്കുന്നതാണ് ബൈബിളിൽ പ്രതികാരം. നമ്മൾ പ്രതികാരം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? എല്ലാം പോയി നശിപ്പിച്ച് എല്ലാം നാമാവശേഷമാക്കുന്നു, അല്ലെ? നമുക്കെതിരെ നിൽക്കുന്നവന്റെ വീടും പുരയിടവും എല്ലാം നമ്മൾ ഇടിച്ച് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ മണ്ടയിൽ തെങ്ങ് വന്ന് വീഴുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന പ്രതികാരം. എന്നാൽ ബൈബിൾ കാണുന്ന പ്രതികാരം അങ്ങനെയല്ല. ദൈവം പ്രതികാരം ചെയ്യുന്നത് ഒരു വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു വ്യക്തിയെ പുനർനിർമ്മിച്ചുകൊണ്ടാണ്. ചിലത് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലെ? ഇനി യെശയ്യായിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് മനസ്സിലാകും. വായിക്കാമോ? 4 മുതലുള്ള വചനം വായിച്ചേ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ. എന്താ പറയേണ്ടത്? ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. അല്ലെ? നല്ല ഒരു വചനമാണ്, അല്ലെ? ഭയപ്പെട്ടിരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇനിമേൽ ഭയപ്പെടേണ്ട, അല്ലെ? എന്താണ്? നിങ്ങൾ ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യാൻ വരുന്നു? പ്രതികാരം ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവരും നശിപ്പിച്ച് കത്തിച്ച് ചാമ്പലാക്കുമെന്ന് വിചാരിക്കും. താഴോട്ട് വായിച്ചേ. എങ്ങനെയാണ് ദൈവം പ്രതികാരം ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. നശിപ്പിക്കുന്ന ഒരു ജീവിതമല്ലത്, മറിച്ച് പുനർനിർമ്മിക്കുകയാണ്. നോട്ട് ഡിസ്ട്രക്റ്റിംഗ് ബട്ട് റീകൺസ്ട്രക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുകയാണ്? അതിനെ പുനർനിർമ്മിക്കുകയാണ്. വീണ്ടും എന്ത് ചെയ്യാണ്? തകർന്നുപോയ ഒരാളുടെ ജീവിതത്തെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? പുനർനിർമ്മിക്കുകയാണ്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിലേക്ക് പോയതുകൊണ്ടും അപ്പന്റെ വസ്തു മുഴുവൻ നശിപ്പിച്ചതുകൊണ്ടും അപ്പൻ അവനെ വീണ്ടും അടുത്തൊരു മരുഭൂമിയിലേക്ക് പറഞ്ഞ് അയക്കുകയല്ല ചെയ്തത്, മറിച്ച് അവനെ വീട്ടിലേക്ക് കയറ്റി അവന് വീണ്ടും ഒരു അവസരം കൂടി കൊടുത്ത് നല്ല ഉടുപ്പും നല്ല ചെരുപ്പും നല്ല മോതിരം ഒക്കെ കൊടുത്ത് അവനെ വീണ്ടും എന്ത് ചെയ്തു? മകന്റെ സ്ഥാനത്തേക്ക് അവനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ വചനം പറയുകയാണ്, ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അടുത്ത വചനം, അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും. അടുത്തത്, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മണലാരണ്യങ്ങൾ മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും, കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും, പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അടുത്ത വചനം വായിച്ചേ. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും, വിശുദ്ധ വീഥി എന്നത് വിളിക്കപ്പെടും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഒരാളെ, അല്ലെ, പ്രതികാരം ചെയ്യുന്ന ദൈവം ഒരാളെ നശിപ്പിക്കുകയല്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനാണ് പ്രതികാരം ചെയ്യുന്നത്. നമ്മൾ പ്രതികാരം ചെയ്താൽ അതിന്റെ പരിണതഫലം എന്താണ്? ആരെങ്കിലും കൊണ്ടേ അത് പോവുള്ളൂ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കത്തിയാട്ട് ഇറങ്ങിയാൽ ആരുടെയെങ്കിലും ജീവിതം ആ കത്തിമുന തുമ്പിൽ ഉതിർന്നു വീഴും. ആരുടെയെങ്കിലും ഒക്കെ ജീവിതം വീണുടയും. നമ്മുടെ തന്നെ ജീവിതം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രതികാരം നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? കർത്താവ് അതിനെ പണിതുയർത്തും, അല്ലെ? അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ആരുടെയെങ്കിലും ഒരു കണ്ണടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണിനെ കർത്താവ് കുത്തിപ്പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്. കണ്ണിന് പകരം കണ്ണ് അല്ല, ചെവിക്ക് പകരം ചെവി അല്ല. പുതിയ നിയമത്തിന്റെ തിയോളജി, ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെ, ഇതാണ്, അല്ലെ? കണ്ണുകൾ എന്ത് ചെയ്യും? തുറക്കപ്പെടും. നിന്റെ കണ്ണ് ഒരാളെ കാണാൻ പറ്റുന്ന ഒരു വിരോധം ഒരാളോട് ഉണ്ടെങ്കിൽ അതൊരു അന്ധകാരമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കിപ്പോ ഒരാളോട് വിരോധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ആളോടുള്ള എന്റെ കണ്ണ് എന്ത് ചെയ്തിരിക്കുകയാണ്? അടഞ്ഞിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? വിരോധം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധകാരമാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണടച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ കർത്താവ് ഒന്ന് പ്രതികാരം ചെയ്യുമ്പോൾ എന്റെ കണ്ണ് തുറക്കുമ്പോഴാണ് എനിക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ എനിക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ.
ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല, ഒന്നും നീ കേൾക്കപ്പെടാതെ പോവുകയില്ല. നിന്റെ കാലുകൾക്ക് മുടന്തുണ്ടെങ്കിലും നീ ഇനി കലമാനിനെ പോലെ കുതിച്ചു ചാടും. അല്ലെ, മണലാരണ്യങ്ങൾ, വരണ്ടു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, പ്രത്യാശ നഷ്ടപ്പെട്ട ഇടങ്ങൾ, അല്ലെ, ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ, ഇനിയൊരു ജീവിതമില്ല, എൻ്റെ ജീവിതം പരാജയത്തിലായി, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു, ഇനി എനിക്ക് ഉയർന്നു വരാൻ സാധിക്കുകയില്ല, ദൈവം വിചാരിച്ചാൽ പോലും എന്നെ ഉയർത്താൻ പറ്റില്ല, ആർക്കും എന്നെ ക്കമില്ല. അങ്ങനെ നീ ചിന്തിക്കേണ്ട കാര്യമില്ല. വരണ്ടു കിടക്കുന്ന മണലാരണ്യങ്ങൾ എന്തായി മാറും? വലിയ ജലാശയങ്ങളായി മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു തുള്ളി വെള്ളം വീഴാത്തടം എന്തായി മാറും? വലിയ വെള്ളച്ചാട്ടങ്ങളായി മാറ്റപ്പെടും. അതാണ് ദൈവത്തിന്റെ ഒരു പ്രതികാരം വന്നു കഴിഞ്ഞാൽ. കർത്താവിന് വേണ്ടി എതിര് നിന്ന ഒരാളാണ് ആര്? ഒരു കാലത്ത് സാവൂള്. അല്ലെ, സാവൂൾ ഒരു കാലത്ത് വിശ്വസിക്കുന്നവരെ കൊന്നൊടുക്കുവാനുള്ള അധികാരപത്രം നേടിക്കൊണ്ട് ദമാസ്കസിലേക്ക് പോയവനെയാണ് കർത്താവ് ഒരു പ്രകാശം കൊണ്ട് നേടിയെടുത്തത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, സാവൂൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അധികാരമുള്ളവൻ, അറിവുള്ളവൻ, സമ്പത്തുള്ളവൻ, സ്വീകാര്യതയുള്ളവൻ, സ്വാധീനമുള്ളവൻ. അവൻ എന്ത് ചെയ്തു? അവൻ കർത്താവിന്റെ ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവരെ, വിജാതീയരായിട്ടുള്ള ആളുകൾ യേശുവിലേക്ക് വരുമ്പോൾ അവരെ പരസ്യമായി കൊല്ലാനുള്ള അധികാരം വാങ്ങിച്ച ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരു അധികാര പത്രം രാജാവിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സാവൂളിന്റെയും കൂട്ടുകാരുടെയും മേൽ ഒരു വലിയ മിന്നലൊളി പതിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതൊരു പ്രകാശമായി അദ്ദേഹം സ്വീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പ്രകാശമായി സ്വീകരിച്ചിട്ട് അവൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എടുക്കാമോ? അപ്പസ്തോല പ്രവർത്തനം പെട്ടെന്ന് നിർത്തേ. അപ്പസ്തോല പ്രവർത്തനം 23-ാമത്തെ അധ്യായം എടുക്കാമോ? 22-ാമത്തെ അധ്യായം എടുത്തേ. അപ്പസ്തോല പ്രവർത്തനം 22-ാമത്തെ അധ്യായം. 22-ാമത്തെ അധ്യായത്തില് പൗലോസ്ലീഹ തടവിൽ കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം തന്നെ തടവിലാക്കിയ ആളുകളോടെല്ലാം തന്റെ മാനസാന്തര കഥ പറയുന്നതാണ്. വായിക്കാമോ? 6 മുതലുള്ള തിരുവചനം. അല്ലെ, പൗലോസ് തന്റെ മാനസാന്തര കഥ പറയാണ്. ഇപ്പൊ സാവൂളാണോ? അല്ല. സാവൂൾ ആരായി മാനസാന്തരപ്പെട്ടു? പൗലോസായി മാനസാന്തരപ്പെട്ടു. അല്ലെ, പൗലോസ് പറയുകയാണ്. 6 മുതലുള്ള തിരുവചനം. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ, അല്ലെ, ഒരു ഉച്ച കഴിഞ്ഞുള്ളൊരു സമയത്ത് ഞാൻ എവിടെ എത്തി? ദമാസ്കസിൽ എത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് വലിയൊരു പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു. അല്ലെ, ഇത് ആര് പറയുന്നതാണ്? പൗലോസ് അദ്ദേഹത്തിന് തന്നെ ജീവിതത്തിൽ നടന്ന അനുഭവം പറയാണ്, വേറൊരാൾ പറയുന്നതല്ല. അപ്പൊ അത് നടന്ന കാര്യങ്ങൾ, അതാണ് സമയം ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം വന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉച്ച കഴിഞ്ഞ് വരുന്നൊരു പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ ചുറ്റും പ്രകാശമുള്ളൊരു സമയത്ത് എന്ത് ചെയ്തു? അല്ലെ, ഇരുട്ടല്ല, രാത്രിയിലല്ല വരുന്നത്, ഉച്ച കഴിഞ്ഞൊരു സമയമാണ്, പകൽ സമയമാണ്. പകൽ സമയത്തൊരു പ്രകാശം വന്നു. അപ്പൊ അവിടെ പൗലോസ് ഒരു കാര്യം സാധിച്ചു. എന്താണ്? ഈ പ്രകാശത്തെ മറ്റുള്ള പ്രകാശത്തിൽ നിന്ന് തിരിച്ചറിയാൻ ആർക്ക് സാധിച്ചു? പൗലോസ് സാധിച്ചു. അതാണ് പ്രധാനപ്പെട്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനേകം സ്വരങ്ങൾക്കിടയിൽ നമ്മൾ ആരുടെ സ്വരത്തെ തിരിച്ചറിയണം? കർത്താവിന്റെ സ്വരത്തെ. മനസ്സിലാവുന്നുണ്ടോ? അനേകം ഇടപെടലുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ദൈവിക ഇടപെടലുകളെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതാണ് പ്രധാനപ്പെട്ടത്. അല്ലെ, പലർക്കും അതാണ് സംഭവിക്കാത്തത്. എല്ലാവർക്കും ഈ പ്രകാശം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ മറ്റുള്ള പ്രകാശത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നില്ല? കർത്താവിന്റെ പ്രകാശത്തെ തിരിച്ചറിയുന്നില്ല. സാവൂൾ അവിടെയാണ് പൗലോസായി മാറിയത്. സാവൂൾ പൗലോസ് ആയത് പ്രകാശം കിട്ടിയത് കൊണ്ടല്ല, ആ പ്രകാശം സ്വർഗത്തിൽ നിന്ന്. കേട്ടോ, അതാണ് പറഞ്ഞത്. എവിടെ നിന്നാണ് വന്നത്? സൂര്യനിൽ നിന്ന് വന്നതല്ല, ബൾബിട്ടപ്പോ വന്നതല്ല. ഈ പ്രകാശം എവിടെ നിന്ന് വന്നതാണ്? സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ആകാശത്തേക്ക് നോക്കി, എന്റെ സഹായം എവിടെ നിന്ന് വരും? പറയൂ, എന്റെ സഹായം എവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന്, എന്റെ ദൈവമായ കർത്താവിൽ നിന്ന്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇത് നമ്മൾ നേടിയെടുത്തതാണ്, നമ്മുടെ കഴിവാണ്, നമുക്ക് പാരമ്പര്യമായി കിട്ടിയ അതാണ്, എൻ്റെ അധ്വാന ഫലമാണ്, ഞാൻ എൻ്റെ മസിൽ പവർ കൊണ്ട് നേടിയെടുത്തതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. ഇതാണ് ഒരാൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ പ്രകാശത്തെ സ്വർഗത്തിൽ നിന്ന് വരുന്നൊരു പ്രകാശമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? സാധിക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണത്തിന് മറ്റൊരു കാര്യം പറയാം. ഉദാഹരണത്തിന് സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുകയാണ്. സമരിയാക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് വരുമ്പോ കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരിക. അപ്പൊ അവൾ എന്ത് പറഞ്ഞു?
അല്ലെ, നീ ഒരു യഹൂദനാണ്, ഞാനൊരു സമരിയാക്കാരിയാണ്, അല്ലെ, സമരിയാക്കാരിയായ എന്നോട് യഹൂദനായ നീ എന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. അത് പാടുള്ള ഒരു കാര്യമല്ല. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? സമരിയാക്കാരിയോട് കർത്താവ് പറയുകയാണ്, നിന്നോട് ചോദിച്ചവൻ ആരെന്നും ജീവന്റെ ജലം തരാൻ കഴിവുള്ളവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നും നീ അറിഞ്ഞിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ ആദ്യമേ നിന്നോട് ചോദിക്കേണ്ട ചോദ്യം നീ എന്നോട് ചോദിക്കുമായിരുന്നു, അല്ലെ, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരുമായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവ് പറയുകയാണ്, നിനക്കിത് മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിൽ എന്നെ കണ്ട ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തേനെ? നീ എന്നോട് ജീവന്റെ ജലം തരുമോ എന്ന് ചോദിച്ചേനെ. നിനക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? എന്നെ മനസ്സിലായിട്ടില്ല. നീ ഒരു വഴിപോക്കനായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നത്. തളർന്ന് ഇരിക്കുന്ന ഒരു യഹൂദനായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നത്. നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും, അല്ലെ, അവനോട് ചോദിച്ചാൽ നിനക്ക് ജീവജലം തരാൻ പറ്റുമെന്നും നീ അറിഞ്ഞിരുന്നു എങ്കിൽ, അല്ലെ, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോ ഈ മാനസാന്തരം നടക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ദൈവാനുഗ്രഹത്തെ തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എവിടാണെന്ന് ചോദിച്ചാൽ, അല്ലെ, അനേകം സ്വരങ്ങളിൽ നിന്ന് നമ്മൾ എന്തിനെ ഐഡന്റിഫൈ ചെയ്യണം? ദൈവസ്വരത്തെ. മനസ്സിലാവണം? അനേകം പേര് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒത്തിരി സംസാരങ്ങൾ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട്. ആരെല്ലാം സംസാരിക്കും. ഇപ്പൊ നാട്ടിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്തതുപോലെ അനൗൺസ്മെന്റ്സുകളാണ്, അല്ലെ, ഒരുപാട് സ്വരങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് അതിനെ വേർതിരിച്ചെടുക്കണം? ദൈവിക സ്വരത്തെ. ഒരുപാട് സമയം നമുക്കുണ്ട്, അതിന് ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് വെക്കണം. മനസ്സിലാവുന്നുണ്ട്? എല്ലാ കാര്യത്തിലും ആ ദൈവിക സ്വരത്തെ നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് കാണണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ മാനസാന്തര കഥ എന്താണ്? വായിച്ചേ. ഞാൻ എന്ത് ചെയ്യണു? മധ്യാഹ്നത്തോടടുത്ത സമയത്ത് ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? വലിയൊരു പ്രകാശം എൻ്റെ മേൽ വന്നു, അല്ലെ. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് വലിയൊരു പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിലത്തു വീണു. ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, അല്ലെ. അല്ലെ, പ്രകാശത്തിൽ നിന്ന് എന്തുണ്ടായി? പറയൂ. പ്രകാശത്തിൽ നിന്നുണ്ടായി സ്വരമുണ്ടായി. ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? പ്രകാശത്തിൽ നിന്നൊരു സ്വരം വരുന്നത് എവിടാ? പ്രകാശത്തിൽ നിന്നൊരു സ്വരം വരുന്നത് എവിടെ? എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രകാശത്തിൽ നിന്നൊരു സ്വരം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വചനഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എടുക്കാമോ? യോഹന്നാന്റെ ഇത് മറ്റരുത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം ഇതെന്തിനെ പറ്റിയുള്ള സൂചനയാണെന്ന് നമുക്ക് അവിടെ കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വായിച്ചേ. 1 മുതലുള്ള വചനം വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്തത്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു, സമസ്തവും എന്തുണ്ടായി? അവനിലൂടെ ഉണ്ടായി. അടുത്തത് വായിച്ചേ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു, അല്ലെ. ആ വചനം എന്തായിരുന്നു? ജീവനായിരുന്നു. ആ ജീവൻ എന്തായിരുന്നു? മനുഷ്യന്റെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് 3 സൂചിപ്പിക്കുന്നത് ശ്രദ്ധിച്ചേ. വചനം, ജീവൻ, വെളിച്ചം, അല്ലെ. 3 വാക്കുകളാണ്. വചനം, ജീവൻ, വെളിച്ചം. ഇത് 3ഉം എന്തിനെ സൂചിപ്പിക്കുകയാണ്? ഈശോ മിശിഹായെ സൂചിപ്പിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലെ. അപ്പൊ ഒരു സ്വർഗത്തിൽ നിന്ന് എന്താ വന്നത്? മാനസാന്തര കഥയില് അപ്പസ്തോല പ്രവർത്തനത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് എന്താ വന്നത്? ഒരു പ്രകാശം വന്നു, അല്ലെ. ആ പ്രകാശത്തിൽ നിന്ന് എന്തു വന്നു? ഒരു സ്വരം വന്നു. മനസ്സിലാവുന്നുണ്ട്? സ്വരം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് എന്ത്? ഈശോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലെ. ഒരു സ്വരമുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു വ്യക്തി ഉണ്ട് എന്നാണ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കുന്നത് പുറത്തു നിൽക്കുന്ന ഒരാൾ എന്നെ കാണുന്നില്ല, പക്ഷെ കേൾക്കുകയാണ്. അപ്പൊ അവര് പറയുകയാണ്, അല്ലെ, ഇന്ന അച്ഛൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഉണ്ട്? ഞാൻ ഈ അൾത്താരയിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ട്? സ്വരം എന്തിനെ സൂചിപ്പിക്കുന്നു? വ്യക്തിയെ സൂചിപ്പിക്കുന്നു, അല്ലെ. രാത്രി നമ്മൾ വീട്ടിൽ അമ്മയെ വിളിക്കുന്നു. അപ്പൊ അമ്മ കഥ തുറന്നിട്ടില്ലെങ്കിലും ഈ സ്വരം കേൾക്കുമ്പോൾ അമ്മയ്ക്കറിയാം നമ്മൾ പുറത്തു വന്ന്
നിൽപ്പുണ്ട്, അല്ലെ? ആ വ്യക്തി എവിടെയുണ്ട്? വീടിന് പുറത്തുണ്ട്, ആ വ്യക്തി അവിടെ ഉണ്ട്. അപ്പൊ ഒരു സ്വരം തെളിയിക്കപ്പെടുന്നത് എന്താണ്? ഒരു വ്യക്തിയെയാണ്. മനസ്സിലാവുന്നു? ഒരു സ്വരം തെളിയിക്കപ്പെടുന്നത് ഒരു വ്യക്തിയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ചെറു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇനി വായിച്ചേ. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ നിലത്തു വീണു. ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രയനായ യേശുവാണ് ഞാൻ. അല്ലെ? അപ്പൊ ആ സ്വരം ആരുടേതാണ്? യേശുവിൻ്റെതാണ്, അല്ലെ? ഞാനാണത് എന്നാണ് ഈശോ പറയുന്നത്, അല്ലെ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. വായിച്ചേ. എന്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്ത് കണ്ടു? പ്രകാശം കണ്ടു. എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല. അടുത്ത വചനം വായിച്ചേ. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് ഞാൻ പറയും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു 10 പേരാണ് പോയതെന്ന് വിചാരിക്കുക. എത്ര പേരാണ് പോയെന്ന് പറയുന്നില്ല, കുറെ അധികം പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ആളുകളെ കൊല്ലാനുള്ള യാത്രയാണ്. അപ്പൊ തീർച്ചയായും ആ ഗ്രൂപ്പിൽ കുറച്ച് പേര് ഉണ്ടാവും, അല്ലെ? അതിന്റെ ലീഡർ ആരാണ്? സാവൂളാണ്, സാവൂൾ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് മധ്യാഹ്നത്തോടടുത്ത് ഇവര് ദമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായി. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം വന്നു, അല്ലെ? ആർക്കും വീഴ്ത്താനാകാത്ത ഒരു ചെറുപ്പക്കാരാണ് ഈ പോകുന്നത്. മുഴുവൻ നല്ല പട്ടാളക്കാരാണ് പോകുന്നത്. അവരെ ആർക്കും വീഴ്ത്താൻ പറ്റില്ല. അവർ മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അപ്പൊ അത്രയും നല്ല കായബലമുള്ള, നല്ല കരുത്തുള്ള, കാരിരുമ്പിന്റെ ബലവും മനക്കട്ടിയുമുള്ള ആളുകളാണ്. അവരങ്ങനെ പട്ടി കുറുക്കി ആടിയാലൊന്നും വീഴുന്ന ആളുകളല്ല. മനസ്സിലാവുന്നുണ്ടോ? അവരങ്ങനെ ആരും പേടിപ്പിച്ചാലൊന്നും ഓടുകയോ പേടിപ്പിക്കുകയോ ഒന്നും, ഒരു ബലൂൺ പൊട്ടിയാൽ അമറി ഓടുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ല ധൈര്യമുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് വലിയൊരു പ്രകാശം സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ എല്ലാവരുടെയും മേലും എന്തു വന്നു? ഈ പ്രകാശം വന്നു. എല്ലാവരുടെയും മേലും പ്രകാശം വന്നപ്പോഴും ഒരാള് മാത്രമേ സ്വരം കേട്ടിട്ടുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ? ഒരു പ്രകാശം ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ പതിച്ചു എന്നാണ് പറയുന്നത്, അല്ലെ? ഉദാഹരണത്തിന് 10 പേരുണ്ടെങ്കിൽ പ്രകാശം ഒരാളിൽ മാത്രമല്ല ഒന്ന് പതിച്ചത്, അല്ലെ? നാടകത്തിന് നമ്മൾ കഥാപാത്രത്തെ സ്പോട്ട് ചെയ്യുന്നത് പോലെ സ്റ്റേജിൽ ഒരാളുടെ മുകളിലേക്ക് മാത്രമല്ല ഈ സ്പോട്ടിങ് നടക്കുന്നത്, മറിച്ച് ആ 10 പേരിലും എന്തു വന്നു? പ്രകാശം വന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാൾ മാത്രം സ്വരം കേട്ടത്? അതാണ് ചോദ്യം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ? 10 പേര് ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ഒരാൾക്ക് മാത്രം ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? 400 പേര് ഒരു വചനാഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, 10 പേർക്ക് നല്ല ആത്മാഭിഷേകം ലഭിക്കുന്നു. വൈ? എന്തുകൊണ്ടാണ്? അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതിനൊരു കൃപയുണ്ട്, അല്ലെ? ആ പ്രകാശം വന്നു. പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് പോയത് ആ 10 പേരില് 10 പേരെന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 10 പേരെന്ന് പറയുന്നില്ല, കുറച്ചു പേരെന്നേ ഉദ്ദേശിച്ചുള്ളൂ, പറയാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. 9 പേർക്കും എന്ത് കിട്ടിയിട്ടില്ല? ഒരു സ്വരം കേട്ടിട്ടില്ല. അവർ ആദ്യത്തെ ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോയത് ആര് മാത്രമാണ്? സാവൂള് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ പൗലോസ്ലിഹ മാത്രമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരിലേക്കും ഈ സ്വരം എത്താത്തത്? എല്ലാവരിലേക്കും ഈ സ്വരം എത്താത്തതിന്റെ കാരണം അടുത്തൊരു വചനത്തിൽ അതിനൊരു സൂചനയുണ്ട്. പൗലോസ് കർത്താവിനോട് എന്ത് ചോദിച്ചു? കർത്താവേ, അങ്ങ് ആരാണ്? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഇത് വന്നു, എല്ലാവരും പേടിച്ച് കിടന്നു. അവർ വിചാരിച്ചത് ശത്രു രാജ്യക്കാർ ബോംബ് എറിയുകയാണ്, അവരവിടെ നിലത്ത് കിടന്നു. അങ്ങനെയാണല്ലോ പട്ടാളക്കാർ ചെയ്യുന്നത്, വെടി കൊള്ളാതിരിക്കാൻ നിലത്ത് കിടക്കും. അപ്പൊ എന്തോ ഒരു വലിയ പ്രകാശം വന്നു. ഇത് എന്താണ് എന്ന് ആരും നോക്കിയിട്ടില്ല, അല്ലെ? അവരിങ്ങനെ തെറ്റിദ്ധരിച്ചു ഇത് വേറെന്തോ ആണ്. അതുകൊണ്ട് എല്ലാവരും മിണ്ടാതെ അനങ്ങാതെ കിടന്നാണ്. ഇപ്പൊ ബോംബ് പൊട്ടും, അവർ മിണ്ടാ കിടന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തൻ തല ഉയർത്തിയിട്ട് മേളിലോട്ട് നോക്കിയിട്ട് ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രതികരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. റെസ്പോൺസ്. ഒരാൾ മാത്രം മാനസാന്തരപ്പെട്ട് പൗലോസായി മാറിയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ഒരാൾ മാത്രമേ ഈ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? എന്ത് ചെയ്തിട്ടുള്ളൂ? പ്രതികരിച്ചിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പ്രതികരണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു മന്ദോഷണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു എന്നാണ് ദൈവവചനം. പ്രതികരണമില്ല.
എന്തു വന്നാലോ ഒരു പ്രതികരണമില്ല. പ്രതികരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഗബ്രിയേൽ മാലാഖയോട് പരിശുദ്ധ അമ്മ ഒരു പ്രതികരണം പറയുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, അല്ലെ? ഉടനെ അതിനുള്ളൊരു മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതോടുകൂടി നിൽക്കുന്നില്ല. ഉടനെ പരിശുദ്ധ അമ്മ അടുത്തൊരു റെസ്പോൺസ് നടത്തി. അടുത്ത റെസ്പോൺസ് ഇതാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെയാണ് ആ വാക്ക് നിറവേറിയത്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് കൊണ്ടല്ല അത് നിറവേറിയത്, മറിച്ച് മറിയം അതിന് എന്ത് ചെയ്തു? ഒരു അനുവാദം കൊടുത്തു. മനസ്സിലാവണം, തൻ്റെ ഉദരത്തെ ദൈവ പദ്ധതിക്കുള്ള ഒരു ഇടമാക്കി മാറ്റിക്കോ എന്ന് പറഞ്ഞ് ആരൊരു കൺസെന്റ് കൊടുത്തു? മറിയം കൺസെന്റ് കൊടുത്തു. അങ്ങനെ കൺസെന്റ് കൊടുത്തില്ലെങ്കിൽ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു പ്രവൃത്തി അല്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. വിവാഹ കൂദാശയ്ക്ക് വേണ്ടി പള്ളി വന്ന് നിൽക്കുന്ന സമയത്തും അല്ലെ, മണവാളനോടും മണവാട്ടിയോടും ചോദിക്കുന്നു, നിനക്ക് ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സമ്മതം ആയതുകൊണ്ടാണല്ലോ ക്യാമറക്കാരും പന്തലും എല്ലാം ഇട്ട് ആളുകളെ വിളിച്ചു കൂട്ടി, കാറ്ററിംഗുകാരെയും വിളിച്ചു കൂട്ടി, എല്ലാവരെയും വിളിച്ച് വരുത്തിയിരിക്കുന്നത്. അന്നേരം ചോദിക്കുകയാണ്, കല്യാണം തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ്, അതിനുവേണ്ടിയല്ലേ? ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ബോധമുള്ള മണവാളനാണെങ്കിൽ ചോദിച്ചതന്നെ പിന്നെ ഫുട്ബോൾ കളിക്കാനാണോ വന്നത് എന്ന് ചോദിച്ചതന്നെ. അവനോട് ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന വീട്ടിൽ ഇന്ന ആളെ നിനക്ക് കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അപ്പം പറഞ്ഞു ആ സമ്മതമാണ്. അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അപ്പൊ അവള് പറഞ്ഞു 100 വട്ടം. അപ്പൊ ഒരു കൺസെന്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴാണ് അത് എന്തായി മാറുന്നത്? ഒരു യഥാർത്ഥ പ്രവൃത്തിയായിട്ട് മാറുന്നത്. ശരിക്കും അങ്ങനെയാണ്. നിങ്ങൾ ഈ വിവാഹ മോചന സഭ നടത്തുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെ, വിവാഹം അല്ലെ സഭാ കോടതികളിൽ അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ്, ഈ കൺസെന്റാണ് പ്രധാനപ്പെട്ടത്. ഒരു വിവാഹവും നമുക്ക് ആശീർവദിച്ച് വിവാഹം അടിക്കാൻ പറ്റില്ല. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ, അല്ലെ? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പൊ പിന്നെ ഓരോ കോടതികളിൽ, രൂപതാ കോടതികളിൽ അഴിച്ചുവിടുന്നത് അതെന്താണ്? അത് അടിച്ചുവിടുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് നടന്ന വിധം ശരിയായിട്ടില്ല എന്ന് പ്രസ്താവിക്കുക മാത്രമേ ഉള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ നടന്ന വിധം? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ, ഈ ചെറുപ്പക്കാരൻ അല്ലെ യഥാർത്ഥ ബോധ്യത്തോടു കൂടിയല്ല, ആരുടെയോ പ്രേരണ വഴിയായിട്ടാണ് ഇവൻ എന്ത് ചെയ്തിരിക്കുന്നത്. അന്ന് 2015 ഒക്ടോബർ 12 കല്യാണം നടന്നപ്പോൾ ഇവൻ കൺസെന്റ് കൊടുത്തത് ആരുടെയോ നിർബന്ധമാണ്, ബൈ പുഷ്, ബൈ ഫോഴ്സ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ വിവാഹത്തിന്റെ ഒരു യഥാർത്ഥ കാരണം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എന്ന് കോടതി പ്രഖ്യാപിക്കുന്നു. ഏത് കോടതി? സഭാ കോടതി, സിവിൽ കോടതിയല്ല. രൂപതാ കോടതിയിൽ കാനോനിക്കലായിട്ട് എന്ത് ചെയ്യണം? ഈ കൺസെന്റ് ശരിയായിട്ടില്ല എന്ന് തെളിയിക്കുന്നു. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നതല്ല. ഒരു കൺസെന്റ് കൊടുക്കാതെ ഒരു ആക്ഷൻ അതിന്റെ പരിപൂർണതയിൽ എത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു യെസ് പറയാതെ ഒരു പ്രവൃത്തിയും. അതുകൊണ്ടാണ് നമ്മുടെ സഹായം കൂടാതെ ഒരിക്കലും ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ഒരു സഹകരണം, നമ്മളിങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്, കർത്താവ് വന്നിട്ട് പ്രവർത്തിക്കണോ? നടക്കില്ല. നമ്മുടെ ഒരു സഹകരണം ഇല്ലാതെ ദൈവത്തിന് ഒരിക്കലും നമ്മളെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം നിന്നെ രക്ഷിക്കുന്നതിന് ഏക തടസ്സം ആരാണ്? അടുത്തിരിക്കുന്ന ആളല്ല, നീയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ ദൈവം ഉയർത്തുന്നതിന് തടസ്സം മറ്റുള്ളവനോ കൂടോത്രം ചെയ്യുന്നവനോ വേറെ ക്ഷുദ്രക്കാരനോ ഒന്നും അല്ല. നിന്റെ ജീവിതത്തിന്റെ തടസ്സം ആരാണ്? നീയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ ജീവിതം എന്ത് ചെയ്യുള്ളൂ? ഉയരുള്ളൂ. നമ്മുടെ ഈ കൺസെന്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പോ സാവൂള് എന്തു പറഞ്ഞു? അല്ലെ, കർത്താവേ അങ്ങ് ആരാണ്? അല്ലെ, പരിശുദ്ധ അമ്മ ചോദിച്ചതുപോലാണ്. ഇത് എങ്ങനെ സംഭവിക്കും? അപ്പൊ ഈശോ എന്ത് പറഞ്ഞു? മറുപടി പറഞ്ഞു, ഗബ്രിയേൽ മാലാഖ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇവിടെ അതേ ഇതാണ്. അങ്ങനെയാണ് അതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. സാവൂളിനോട് കർത്താവ് എന്ത് പറഞ്ഞു? നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. അല്ലെ, ബാക്കി താഴോട്ട് വായിച്ചേ. അപ്പൊ എന്ത് പറഞ്ഞു? നീ പീഡിപ്പിക്കുന്ന എന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഈ സ്വരം എന്ത് ചെയ്തില്ല? കേട്ടില്ല. അല്ല, ഈ സ്വരമോ പ്രകാശമോ ഒന്നും അവര് അല്ല, ഒരു പ്രകാശം ഒന്നും എല്ലാവരുടെ മേളിലേക്ക്. പക്ഷെ അതൊരു അനുഭവമായി മാറിയതും മാനസാന്തരമായി മാറിയതും ഒരാൾക്കാണ്.
കാരണം എന്താണ്? ആ ഒരാൾ മാത്രമാണ് അതിനോട് ആ നല്ല രീതിയിൽ പ്രതികരിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇരുന്നുറങ്ങിക്കൊണ്ടിരുന്നാൽ അങ്ങനെ തന്നെ ഇരുന്ന് മരിച്ചു. നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവ് തരുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയണം. ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ കർത്താവ് പറയുന്ന മേഖലകളിലേക്ക് നമ്മൾ എത്തണം. ദൈവത്തെ ആരാധിക്കണം. അതാണ് പ്രതികരണം. ഏറ്റവും വലിയ പ്രതികരണം ഏതാണെന്ന് അറിയാമോ? ആരാധനയാണ്, അല്ലെ? ഏറ്റവും വലിയ പ്രതികരണം ഏതാണ്? ആരാധനയാണ്. ദൈവത്തോട് നമ്മുടെ എല്ലാ പ്രതികരണത്തിന്റെയും മുഴുവൻ എന്ന് പറയുന്നത് ആരാധനയാണ്. വായിക്കാമോ? 10 മുതലുള്ള തിരുവചനം വായിച്ചേ. ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ എന്തു ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് നീ എങ്ങോട്ട് പോവുക? ദമാസ്കസിലേക്ക് പോകുക. അതാണ് ഈ പ്രതികരണത്തിന്റെ ഒന്നാമത്തെ ഒരു കാര്യം, എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എഴുന്നേൽക്കുക. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, എഴുന്നേൽക്കണം. കിടന്നിടത്ത് കിടക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. എന്താണ്? അല്ലെ, ഈ കതക് എന്തോരം തവണ കതക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കതക് എവിടെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. കതക് ആ ആംഗിളിൽ തന്നെ നിൽക്കുകയാണ്, ആ വിജാഗിരിക്കകത്ത് കിടക്കുകയാണ്. ഒരുപാട് തവണ കതവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കതക് ഇതുവരെ വട്ടപ്പാറ കണ്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? കൃത്യം വചനം പറയുകയാണ്, ചുഴുക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ എന്ത് ചെയ്യുന്നു? അലസൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അലസൻ എന്ന് സൂചിപ്പിക്കുന്നത് ദൈവികമായ ഇടപെടലുകൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ കിടക്കുന്നവനാണ് ആര്? അലസൻ. മനസ്സിലാവുന്നുണ്ടോ? അവന് പ്രതികാരമൊന്നുമില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്താ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കർത്താവ് നമുക്കൊരു പ്രചോദനം തരികയാണ്. ഒരു 10 പേരോട് ദൈവവചനം പറയണം എന്ന് പറഞ്ഞൊരു ഒരു ആന്തരിക ചോദന നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ നമ്മൾ ഉടനെ അതിനോട് എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണം? നമ്മൾ അതിനോട് എന്ത് ചെയ്യണം? വളരെ പോസിറ്റീവായിട്ട് 10 പേരോട് നമ്മൾ വചനം പറയണം. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ഒരു കുരിശിന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കാം. വീട്ടിലിരിക്കുന്ന സമയത്ത് തോന്നുകയാണ് ഒരു കുരിശിന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ തോന്നാത്തതെന്ന് അറിയാമോ? നമ്മൾ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടും. നല്ല നല്ല ദൈവികമായ പ്രചോദനങ്ങൾ, ഇൻസ്പിരേഷൻസ് നമ്മുടെ ഉള്ളിൽ കിട്ടും. നല്ല കാര്യങ്ങൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പൊ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ വന്ന പലതിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് പുതിയ പാക്കറ്റുകൾ വരാത്തത്, പുതിയ ദൈവാനുഗ്രഹങ്ങൾ വരാത്തതിന്റെ കാരണം പഴയത് വന്നത് ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുകയാണ്? പൊടി പിടിച്ച് സ്റ്റോർ റൂമിൽ ഇരിക്കുകയാണ്. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാത്ത ദൈവാനുഗ്രഹങ്ങളുടെ മേൽ പുതിയ ദൈവാനുഗ്രഹങ്ങൾ വരില്ല. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? എപ്പോഴും ഓർത്തോണം, ഇത് മുഴുവൻ നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് ചെയ്യാനും ദൈവം തരുന്നതാണ്. അപ്പൊ അതൊന്നും ഉപയോഗിക്കുന്നില്ല. പുതിയത് വരട്ടെ തരില്ല. ഒരെണ്ണം പഴകാതെ പുതിയതൊന്ന് കർത്താവ് തരികയില്ല. നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഇപ്പൊ നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളൊരു അഭിഷേകം കിട്ടി, നിങ്ങൾ പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരോടും കർത്താവിനെ പറ്റി പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രോഗശാന്തി വരാൻ കർത്താവ് തരികയില്ല. മനസ്സിലാവുന്നുണ്ടോ? തരികയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് വരുന്ന ഒരു ദൈവാനുഗ്രഹത്തെ, ഒരു പ്രചോദനത്തെ നിങ്ങൾ പോസിറ്റീവായിട്ട് അതിനെ കണ്ടില്ലെങ്കിൽ, അതിനെ എടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ പുതിയതൊന്ന് കർത്താവ് എന്ത് ചെയ്യില്ല? തരികയില്ല. നമ്മുടെ ഉള്ളിൽ അത് കിട്ടും. നമുക്ക് കർത്താവിന് വേണ്ടി പാടാൻ ഒരു കൃപ കിട്ടിയെന്ന് വിചാരിക്കും. പാടാൻ അപ്പൊ നമ്മൾ പാടുന്നൊന്നുമില്ല. നമ്മൾ വിചാരിക്കണം, അയ്യോ അവരെന്ത് വിചാരിക്കും. പാടാനൊരു കൃപ കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു തലത്തിലേക്ക് ഉയരാനുള്ളൊരു കൃപ കർത്താവ് തരികയില്ല. 5 കിട്ടി, 5 കിട്ടിയവൻ എന്ത് ചെയ്തു? 5 വ്യാപാരം ചെയ്തു, അവനടുത്ത് 5 കൂടി കിട്ടും. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അത് കുഴിച്ചിട്ടു, അവനെ പിടിച്ച് നരകത്തിലിട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങള്, നമുക്ക് കിട്ടുന്ന കൃപകള്, അത് ഏത് കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയ കാര്യങ്ങളായാലും ഭൗതിക കാര്യങ്ങളായാലും, നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് കർത്താവ് നമ്മളെ എന്ത് ചെയ്യില്ല? ഒരിക്കലും ഉയർത്തുകയില്ല. അതെപ്പോഴും ഓർത്തോണം. ഇതൊരു ദൈവിക വെളിപ്പെടുത്തലാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം. നമുക്ക് കിട്ടുന്ന ഏത് ഭൗതിക അനുഗ്രഹങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ആത്മീയമായിട്ടും ദൈവികമായിട്ടും നമ്മളതിനെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നമുക്കിപ്പോൾ സമ്പത്തുണ്ട്, നമുക്ക് സമയമുണ്ട്, കാര്യങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് നാൾ മിഷൻ പ്രവർത്തനത്തിന് പോയി കർത്താവിനെ പ്രഘോഷിച്ചോണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അടുത്തൊരു മേഖല കർത്താവ് തുറന്നു തരും. ജീവിതത്തിൽ അല്ലേ, ജീവിക്കുന്ന നാൾ മൊത്തം ജോലി, സമ്പത്ത്, കുടുംബം എന്ന് വിചാരിച്ചുകൊണ്ട് പോകരുത്. അതൊക്കെ വലിയ മണ്ടത്തരമാണ്.
എപ്പോഴും ജോലി, രാവിലെ തൊട്ട് വൈകുന്നേരം വർക്ക് പ്രഷർ. മനസ്സിലാവുന്നുണ്ട്? വർഷത്തിൽ ഒരു മാസമൊക്കെ ലീവ് എടുത്ത് എവിടെയെങ്കിലും വല്ല ബീഹാറിലോ ഛത്തീസ്ഗഡിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കർത്താവിനെ പ്രഘോഷിച്ചിട്ട് തിരിച്ചു വരണം. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്തോരം വലിയ ആളുകളുണ്ടെന്നറിയാം. ചെറുത് പറഞ്ഞ ഹല്ലേലൂയ, വമ്പൻ ടീമുകളുണ്ട് അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ. ഇത് 24 മണിക്കൂർ ജോലി 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 ജോലി. അങ്ങനെ ഇരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ജോലിക്കിടയിൽ തന്നെ സമാധിയാവുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ 4 റീത്ത് കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. 24 മണിക്കൂർ മക്കള്, ജോലി, അല്ലേ? മക്കൾക്കെല്ലാം 10-35 വയസ്സായി. അവരവരുടെ കാര്യം നോക്കിക്കോണം. വീണ്ടും അവരുടെ പുറകെ നടക്കുകയാണ്. അവരുടെ പുറകെ നടക്കല്ലേ, അവർ ഉപദ്രവിക്കരുത്, അവർ ജീവിച്ചോളും. എൻ്റെ ഉപദേശമൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവർ ജീവിച്ചോളും, അവരവരുടെ വഴിക്ക് പൊക്കോളും. അവർക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, അവരെ ഉപദേശിക്കാനൊന്നും പോകരുത്. അവർ ജീവിച്ചോളും. പിന്നെ അതിനകത്ത് കയറി കുടുംബം കലക്കി അതാകെ നാശമൊക്കെ, അങ്ങോട്ടൊരു അഭിപ്രായം പറഞ്ഞ് ഇങ്ങോട്ടൊരു അഭിപ്രായം പറഞ്ഞ് ഇങ്ങനൊരു ചുരുക്ക് കയറ്റി. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ സമയത്ത് 3-ാം ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനല്ല. 40 അഭിപ്രായം അതിനകത്ത് പറയുകയും ചെയ്യരുത്. ഉള്ള കഞ്ഞിയും കുടിച്ച് എവിടെയെങ്കിലും എഴുതണം. വല്ല ട്രെയിനും കയറി തമ്പാനൂരിൽ നിന്നൊക്കെ 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിനുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പൊക്കണം. ചെറുത് പറഞ്ഞ ഹല്ലേലൂയ. എങ്ങോട്ടാണെന്ന് നോക്കരുത്. എപ്പോൾ ടിക്കറ്റ് കിട്ടുന്നിടത്തോട്ടൊക്കെ പൊക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ സീറ്റ് കാണത്തില്ല. അതൊന്നും വേണ്ട. 5 മിനിറ്റ് കൂടുമ്പോൾ അവിടുന്ന് ട്രെയിനുണ്ട്. പോയി പറഞ്ഞോണം. അങ്ങനെയൊക്കെ ജീവിച്ചോ, ജീവിതത്തിന് അർത്ഥം വരും. ഈ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് ഈ അസ്വസ്ഥത. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു പരാക്രമം, ജീവിതത്തെ പറ്റി ഒരു ബോധ്യമില്ലായ്മ. അതുകൊണ്ട് പറയണം പ്രിയമുള്ളവർ, മാമോദീസ വെള്ളം വീണ എല്ലാവരും അങ്ങനെ പോകണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതേ ഉള്ളൂ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു. അല്ലാതെ മക്കൾക്ക് വേണ്ടി നേടിയതും അവിടെ വഴക്ക് കൊടുത്തു ഇവിടെ കേസ് കൊടുത്തതും ഒന്നും ദൈവത്തിന്റെ അക്കൗണ്ടിലൊന്നും അതൊന്നുമില്ല. കർത്താവിനെ പറഞ്ഞിട്ടുണ്ടോ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ കഴിവുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? മനസ്സിലുണ്ട്? ഒരു ജോലി കർത്താവ് തരുന്നത് എന്തിനാണ്? റിട്ടയർഡായി കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് പൈസ എടുത്ത് ഏതെങ്കിലുമൊക്കെ മിഷൻ സ്റ്റേഷനുകളിൽ പോയിട്ട് കർത്താവിനെ പറ്റി പറയണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. തലമുറകളെ ആര് നോക്കും? കർത്താവ് നോക്കും. നീ അക്കൗണ്ട് ഇട്ടിരിക്കുന്ന പൈസ കൊണ്ടാണ് നിന്റെ തലമുറ രക്ഷപ്പെടുന്നതെന്ന് ചിന്തിക്കരുത്. അത് നിനക്ക് പെട്ടി മേടിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടണം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിലേക്ക് ഏർപ്പെടണം. ഏതെങ്കിലുമൊക്കെ ധ്യാനകേന്ദ്രത്തിൽ പോയി 1-2 ആഴ്ചകൾ പോയി മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തി പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇടപെടണം. അടുത്തുള്ള ഓർഫനേജുകളിൽ, മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്യണം. അതൊക്കെ ഒരു പരിഹാരമാണ്. പരിഹാരം ഉണ്ടാകണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. എന്തു വേണം? പരിഹാരം വേണം. പരിഹാരം. പ്രാർത്ഥനയും പരിഹാരവും രണ്ടും രണ്ടാണ്. പരിഹാരം ചെയ്യണം. സക്കേബൂസിനോട് കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? അല്ലേ, 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു, ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്, ഒരു പരിഹാരം വേണം. അബോർഷൻ ചെയ്തു. കുമ്പസാരക്കൂട്ടിൽ പോയി പറഞ്ഞു, അയ്യോ ഞാൻ അബോർഷൻ ചെയ്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു, 2 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കോ. പാപം പരിഹരിച്ചോ? നെവർ. പാപം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പാപം പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരു പരിഹാര പ്രവൃത്തി ചെയ്യണം. എന്താണ് ആ പ്രവൃത്തി? ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് പഠിപ്പിക്കുക. നമുക്ക് പറ്റാവുന്ന കാര്യം. ഇനി അതിന് പറ്റത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയൊക്കെ താമസിക്കുന്ന അനാഥ കേന്ദ്രങ്ങളിൽ പോയി കുറച്ച് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുക, അവരെ പോയി ശുശ്രൂഷിക്കുക. മനസ്സിലാവും? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യം നോക്കുക. അതാണ് സഭ പഠിപ്പിക്കുന്നത്. പരിഹാരം. ഒരുത്തനെ അടിച്ചു, എന്നിട്ട് നമ്മൾ പറയുകയാണ് പോയി കുമ്പസാരക്കൂടി മുട്ടുകുത്തി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ. പാപം പരിഹരിക്കപ്പെട്ടിട്ടില്ല, അതിന്റെ കടം കിടക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പാപം മോചിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പാപത്തിന്റെ കടം എന്ത് ചെയ്തിരിക്കുകയാണ്? കിടക്കുകയാണ്. പാപത്തിന്റെ കടം ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് മലങ്കര കുർബാനയിൽ ധൂപക്കുറ്റി വാഴുവിന്റെ സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും. രണ്ടും രണ്ടാണ്, ഒന്നല്ല. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കുമ്പസാരക്കൂട്ടിൽ പാപമേ മോചിക്കുന്നുള്ളൂ, കടങ്ങൾ എന്ത് ചെയ്യും? അവിടെ കിടക്കുക. അത് നീ നിന്റെ ജീവിതം കൊണ്ട് വീട്ടേണ്ടതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതം കൊണ്ട് വീട്ടേണ്ടതാണ്. അതിന് വീട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് സുവിശേഷം പ്രഘോഷണം. സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ മോശപ്പെട്ട വഴികളിലൂടെ ജീവിച്ചിരുന്ന ആളാണ്. 5 ഭർത്താക്കന്മാർ എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല.
എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? അടുത്ത വചനം നിങ്ങൾ ഏറ്റവും പാരഗ്രാഫിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23 കഴിഞ്ഞ് താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്: അവൾ കുടം അവിടെ വെച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോയിട്ട് ആളുകളോട് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൾ അടുത്ത ഗ്രാമത്തിലേക്ക് വെള്ളം കോരുന്ന പരിപാടിയെല്ലാം കളഞ്ഞിട്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? അടുത്ത ഗ്രാമത്തിലേക്ക് ആരെ പ്രഘോഷിക്കാൻ പോയി? യേശുവിനെ പ്രഘോഷിക്കാൻ പോയി. ഇതുവരെ ചെയ്ത പാപത്തിന് അവൾ എന്ത് ചെയ്യാൻ പോയി? പരിഹാരം ചെയ്യാൻ വേണ്ടി പോയി. ചെറുത് പറഞ്ഞത് ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിന് അവൾ എന്ത് ചെയ്തു? പരിഹാരം ചെയ്യാൻ വേണ്ടി പോയി. കുഷ്ഠരോഗി സുഖപ്പെടുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അല്ലെ, നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുരോഹിതനടുത്ത് പോയി ഇങ്ങനെ നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നീ പൗരോഹിത്യ ശുശ്രൂഷകളിൽ ആ വ്യക്തിയെ പോയി സഹായിച്ച് ആത്മീയ കാര്യങ്ങൾ ഇനി മുതൽ ചെയ്യുക. അതാണ് അതിൻ്റെ അർത്ഥം. അല്ല പുരോഹിതന് പോയി കാണിച്ചു കൊടുത്തു. പഴയ നിയമത്തിൽ പുരോഹിതൻ വെരിഫൈ ചെയ്യണമായിരുന്നു. കുഷ്ഠരോഗം മാറി എല്ലാം നോക്കും, പിടിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ അയാളെ താമസിപ്പിക്കും. ഇവിടെ കർത്താവ് പറയുന്ന അർത്ഥം, നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുത്തിട്ട് പറയുക, അല്ലെ, എന്താ നിന്റെ ഉള്ളം കാണിച്ചു കൊടുത്തിട്ട് പറയുക. എന്താ നിന്റെ ഉള്ളം? എന്താണ്? നിനക്ക് യേശുവിനെ പ്രഘോഷിക്കാനുള്ള ആഗ്രഹം നീ പുരോഹിതന് മുമ്പിൽ തുറന്നു വെച്ചിട്ട് പറയുക, ഞാനും കൂടെ നിന്റെ കൂടെ വന്നോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം, സുവിശേഷ പ്രവൃത്തി എന്നാണ് സഭ അതിനെ പഠിപ്പിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സുവിശേഷത്തിന്റെ പ്രവൃത്തികളാണ്. അപ്പൊ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പരിഹാര പ്രവർത്തികൾ എന്ത് ചെയ്യണം? അനുഷ്ഠിക്കണം. അതിന് മുട്ടിന്മേൽ എഴയുകയോ മുട്ടുസൂചി കൊണ്ട് കുത്തുകയൊന്നും വേണ്ട. അങ്ങനെയുള്ള പരിഹാരങ്ങളല്ല. നമുക്ക് പറ്റാവുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് പോകുന്ന 1001 പേരുടെ വിവാഹം നടത്തിയേക്കാം. നമുക്ക് നടത്താൻ പറ്റത്തില്ല. അതൊന്നും ചെയ്യരുത്. മനസ്സിലാവണം. പള്ളിക്ക് 25,000 രൂപ കൊടുത്തേക്കാം. കൊടുക്കരുത്, വേണ്ട. നീ വാടകയ്ക്ക് കിടക്കുന്ന ആളാണ്. 25,000 രൂപയൊന്നും പള്ളിക്ക് കൊടുക്കണ്ട. എല്ലാ ദിവസവും അടഞ്ഞു കിടക്കുന്ന പള്ളി പോയി തുറന്ന് ഒരു 25 മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ, അതൊരു പരിഹാരമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? 25,000 രൂപ കൊടുത്തു, 1 കോടി രൂപ കൊടുത്തു, അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉണ്ടാക്കി കൊടുത്തോ. ഇല്ലാത്തവൻ എങ്ങനെ കൊടുക്കുന്നത്? അവൻ ചെയ്യേണ്ടത് എന്താണ്? 1 രൂപയെ കൊടുക്കണ്ട. നീ പള്ളിയിൽ പോയി എന്ത് ചെയ്യണം? സുവിശേഷ പ്രഘോഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും 25 മിനിറ്റ് പോയി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. 1 കോടി രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ്. അങ്ങനെയുള്ള നമുക്ക് പറ്റാവുന്ന പരിഹാര പ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യണം? അനുഷ്ഠിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെഴുന്നേറ്റെ. അപ്പൊ നമ്മൾ കർത്താവിനോട് ഈ മണിക്കൂറിൽ ആഗ്രഹിക്കുന്നത് ഇതാണ്: കർത്താവേ, ഈ പരിഹാരമായി തീരണം നമ്മുടെ ജീവിതം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സാവൂള് പരിഹാരം ചെയ്തു. അവൻ കർത്താവിന് വേണ്ടി ഓടി. ഒരു യാത്രയിലാണ് അവൻ യേശുവിനെ കുറ്റപ്പെടുത്തിയത്. അനേക യാത്രകളിലൂടെ അവൻ അതിന് പരിഹാരം ചെയ്തു. 3 പ്രേക്ഷിത യാത്രകൾ നടത്തി പൗലോസ്ലീഹ മൈലുകൾ താണ്ടി അതിനെന്ത് ചെയ്തു? പരിഹാരം ചെയ്തു. ദമാസ്കസിലേക്കുള്ളൊരു യാത്ര, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാനുള്ളൊരു യാത്രയായിരുന്നു. ആ യാത്രയ്ക്ക് പരിഹാരമായി 3 വലിയ പ്രേക്ഷിത യാത്രകൾ ചെയ്തവൻ കർത്താവിനെ അനേകം ഭൂഖണ്ഡങ്ങളിൽ പകർന്നു നിർത്തും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിഹാരമായി മാറേണ്ട ഒരു ജീവിതമാണിത്. പരിഹാരമായി മാറേണ്ട ഒരു ജീവിതമാണിത്. ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ, അതിനെല്ലാം കടം കിടക്കുകയാണ്. അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ, സുവിശേഷം അനേകം ആളുകളോട് പ്രഘോഷിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിന്റെ വാഹകരായി മാറ്റപ്പെടുവാൻ ഒരു വലിയ ശക്തി ഹൃദയത്തിൽ നിന്ന് വ്യാപരിക്കുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. കർത്താവേ, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഇരുമ്പാണിയുമേൽ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കും. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 22-ാമത്തെ അധ്യായം ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 10 മുതലുള്ള തിരുവചനങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചേ. 10 മുതലുള്ള വചനം. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? അല്ലേ? അപ്പോൾ പൗലോസ് ചോദിച്ചു. 10 പേരും ചോദിക്കാത്തൊരു ചോദ്യം പൗലോസ് ചോദിച്ചു. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യണം? നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ലേ? ഞാൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്? ഇതെപ്പോഴും നമ്മൾ കർത്താവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. പ്രിയമുള്ളത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താണ്? നീ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: അടുത്ത സ്റ്റെപ്പ് എന്താണ്?
അടുത്ത ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ കരകയറും? ഈ കുഴിയിൽ നിന്ന് ഞാൻ എങ്ങനെ കയറും? പൗലോസ് ചോദിക്കുകയാണ്, കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ സ്വന്തം ഇഷ്ടത്തിന് നടന്നിരുന്നവനാണ്, ഇതുവരെ സ്വന്തം വഴിയിലൂടെ നടന്നിരുന്നവനാണ്. അവിടെ എല്ലാം അവൻ പരാജയപ്പെട്ടു, അല്ലേ? അവൻ കുറെ നേടി എന്ന് തോന്നുന്നെങ്കിലും കുറെ കൊലപാതക രക്തം അവൻ്റെ കയ്യിൽ പുരണ്ടു. അതാണ് അതിൻ്റെ ബാക്കി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലെ? കുറെ രക്തം പുരണ്ടു സാവൂളിൻ്റെ കയ്യിൽ. ഇനി അവൻ ചോദിക്കുകയാണ്, കർത്താവ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഏത് വഴിയിലൂടെയാണ് ഞാൻ മൂവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഈ പ്രശ്നത്തെ ടാക്കിൾ ചെയ്യേണ്ടത്? ഇനി എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും? ഇതെപ്പോഴും നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കർത്താവേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അല്ലെ? അവിടെ നമ്മൾ അത് വെക്കുക. തൊട്ട് പിറകിൽ 16-ാമത്തെ അധ്യായം എടുത്തേ, 16 അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിൽ, അല്ലെ? ഇപ്പൊ ഈ അപ്പസ്തോല പ്രവർത്തനത്തിലൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം കാണുന്നുണ്ട്, ഞാനിനി എന്ത് ചെയ്യണം? അല്ലെ? ഇതെപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായം, അതിൻ്റെ ആ 25 മുതലുള്ളൊരു സംഭവമാണ്, തടവറയിലെ അത്ഭുതം. അത് മൊത്തത്തിലൊന്ന് വായിക്കാമോ? അർദ്ധരാത്രിയോടടുത്ത്, ഉച്ചത്തിൽ വായിച്ചോ, പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. അതായത് ഒരു പ്രതിസന്ധി വന്നപ്പോ അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അതായത് തൻ്റെ കസ്റ്റഡിയിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആളുകളെല്ലാം ഒരു ശബ്ദം കേട്ടത്, ഒരു കുലുക്കം ഉണ്ടായി, അല്ലേ? എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പൊ ഇനി നാളെ രാവിലെ ഞാനും ഇതേ കഴുമരത്തിലേക്ക് വരും എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ ആത്മഹത്യക്കൊരുങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ചില ആളുകളുടെ മനോഭാവം. ഒരു കാര്യം വരുമ്പോൾ ഉടനെ ഇനിയിപ്പോൾ ആത്മഹത്യ ഉള്ളൂ എന്ന് വിചാരിച്ച് കയ്യിലിരിക്കുന്ന ഉടവാള് സ്വന്തം നെഞ്ചിലേക്ക് കുത്തി കയറ്റാനായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി, അല്ല? അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അകത്തെ കൂടി പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെ കാൽക്കൽ വീണു. ആരാ വീണത്? കാരാഗ്രഹ കാവൽക്കാരൻ, അല്ലെ? ഇതുവരെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ പൗലോസിന്റെ കാൽക്കൽ വീണു. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. വായിച്ചേ, 30-ാമത്തെ വചനം വായിക്കാമോ? അവരെ പുറത്തു കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, അല്ലെ? പൗലോസിനോട് ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? മതി. അപ്പൊ തൊട്ടു മുൻപത്തെ ഒരു 5 മിനിറ്റിന് മുമ്പ് ഇവൻ എവിടെ നിന്നവനാണ്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിന്നവനാണ്. പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടലുണ്ടായി. അവൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നു. ഉടനെ അവൻ കർത്താവിന്റെ ദാസന്മാരായ അപ്പസ്തോലന്മാരോട് ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ ഇനി എന്തു ചെയ്യണം? അല്ലെ? ഇതുവരെ ഇനി എനിക്ക് രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി, അല്ലെ? ഇനി അധികാരം കൊണ്ടോ തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടോ തനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായിട്ട് ഒരു മനുഷ്യൻ ദൈവത്തോട് ഒരു പ്രതികരണം നടത്തുകയാണ്. There is a response. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി, അടിത്തറ കുലുങ്ങി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അവനൊരു റെസ്പോൺസ് നടത്തുകയാണ്. അവനൊരു പ്രതികരണം നടത്തി. എന്താണ് ആ പ്രതികരണം? എന്താണ്? കർത്താവേ, രക്ഷ പ്രാപിക്കുവാൻ ഞാനിനി എന്തു ചെയ്യണം? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ പലപ്പോഴും നമ്മുടേതായ വഴികളിലൂടെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെ? നമ്മളൊരു ധ്യാനത്തിന് പോകും, ഒരു കൗൺസിലിങ്ങിന് പോകും, അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് കടം ചോദിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് അടുത്ത ഒരു രാജ്യത്തേക്ക് ഒരു വിസയുടെ ടിക്കറ്റോ അല്ലെങ്കിൽ അത് ചോദിക്കും. നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ പോകും. അതൊന്നും രക്ഷപ്പെടാതെ വരുമ്പോഴേ നമ്മൾ അവസാനം ദൈവത്തോട് ചോദിക്കത്തുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ ആത്മഹത്യയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവൻ കൗൺസിലിംഗുകാരൻ്റെ അടുത്തേക്കല്ല പോകുന്നത്, ധ്യാനകേന്ദ്രത്തിലേക്കല്ല ഓടുന്നത്, അവൻ ഒരാളിന്റെ അടുത്തേക്ക് ഓടുകയല്ല. അവൻ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാനിനി എന്ത് ചെയ്യണം? രക്ഷയില്ലാത്തൊരു ജീവിതമാണ്. അവൻ വിചാരിച്ചത് ഇവിടെ ജോലി കിട്ടിയാൽ അവന്റെ കാര്യം രക്ഷപ്പെട്ടു വന്നാണ്. ഒരു രാജാവിന്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചാൽ എല്ലാം ആയി എന്ന് അവനൊരു ധാരണയുണ്ടായിരുന്നു. 4 കോഴ്സ് 4 മാർക്കിൽ പാസ്സായപ്പോൾ അവൻ വിചാരിച്ചു എല്ലാം ആയെന്ന്. മനസ്സിലാവുന്നുണ്ടോ? 10 കാശ് കയ്യിലേക്ക് വന്നപ്പോൾ 4 ബാങ്ക് അക്കൗണ്ടുകൾ നിറഞ്ഞപ്പോൾ ഒരാൾ ചിന്തിച്ചു എല്ലാമായെന്ന്. ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഒറ്റ കുലുക്കം മതി അടിത്തറ കുലുങ്ങാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഒരൊറ്റ കുലുക്കം മതി. ഇത് മുഴുവൻ, ഈ സംവിധാനം മുഴുവൻ കുലുങ്ങി മാറാൻ ഒരൊറ്റ കുലുക്കം മതി. മനസ്സിലുണ്ടോ? ഒരൊറ്റ കുലുക്കം മതി. അപ്പോ ഇവന്റെ അടിത്തറയാണ് കുലുങ്ങിയത്. അവന്റെ ജീവിതത്തിന്റെ മനോഭാവങ്ങളുടെ അടിത്തറയാണ് ഇവിടെ കുലുങ്ങിയത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഈ ഒരു അടിത്തറ കുലുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിന്റെ മനോഭാവങ്ങളുടെ അടിത്തറയാണ് കുലുങ്ങിയത്. ഇതുവരെ അവൻ വിചാരിച്ചു വെച്ചിരുന്നത് 10 പേര് കൂടെ ഉണ്ട് എന്നാണ്. ഇതുവരെ അവൻ വിചാരിച്ചു വെച്ചിരുന്നത് ഈ കുന്തവും പിടിച്ചുകൊണ്ട് നിന്നാൽ അവസാനം വരെ അവൻ സേഫ് ആയിരിക്കുമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? നേരെ കാര്യങ്ങൾ തിരിഞ്ഞു. ഇതുവരെ അകത്ത് കിടന്നിരുന്ന തടവറയിൽ കിടക്കുന്ന ആളുകളുടെ കാൽക്കലേക്ക് അവൻ പോയി വീണു. കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. ഇതുവരെ അവനായിരുന്നു യജമാനൻ, മറ്റവര് തടവറയിലുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ ഇവരെ എന്ത് വിളിക്കുകയാണ്? യജമാനനെ എന്ന് വിളിക്കുകയാണ്. ഇതുവരെ തടവറയിൽ കിടന്ന ആളുകളുടെ കാൽക്കലേക്ക് പോയി വീണിട്ട് ഇവൻ പറയുകയാണ് യജമാനനെ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അടിത്തറ കുലുങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് വ്യത്യാസം വരും. ഏത് നിമിഷവും അടിത്തറകൾ കുലുക്കപ്പെടാം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. കാനായിലെ കല്യാണ വീട്ടിൽ കല്യാണക്കത്തടിക്കുമ്പോ അവർക്കറിയാമായിരുന്നു ഇത്ര പേരെ ഉണ്ടാവുള്ളൂ. കാറ്ററിംഗുകാർക്ക് ഓർഡർ കൊടുക്കുമ്പോൾ അവർക്കറിയാം ആവശ്യത്തിനുള്ള വീഞ്ഞ് കൊണ്ടുവരുമെന്നും അവർക്ക് അറിയാം. പക്ഷെ പെട്ടെന്നാണ് അല്ലേ ഈ കാവൽക്കാരൻ വന്ന് പറയുന്നത്, ഈ കലവറ കാവൽക്കാരൻ വന്നിട്ട് പറയുകയാണ് വീഞ്ഞ് തീർന്നു പോയി. ഒരു കുലുക്കം ഉണ്ടായി. അത് വിചാരിച്ചിരുന്നതല്ല, ഒരു കുലുക്കം വന്നു. അവന്റെ മനോഭാവങ്ങളെ ചിന്തിച്ചു വെച്ചിരുന്ന കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വന്നു. 100 പേരധികം വന്നാലും കൊടുക്കാനുള്ള വീഞ്ഞും ഭക്ഷണവും ഉണ്ടാകുമെന്നാണ് അയാൾ കരുതിയത്. അങ്ങനെയാണ് പാചകക്കാരെ എല്ലാം ഏൽപ്പിക്കുന്നത്. കുറവ് വരുമെന്ന് കണ്ടല്ല, അധികം വരണമെന്ന് പറഞ്ഞിട്ടാണ് പാചകക്കാരെ ഏൽപ്പിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ അങ്ങനല്ലേ പറയുന്നത്? 10 പേർക്കുള്ള ഭക്ഷണം അധികം വന്നാലും വരുന്ന ആൾക്ക് കിട്ടാതെ പോകരുത്. അങ്ങനെയാണെന്ന് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞെന്ന് പറയുന്നത് പച്ചവെള്ളമാണ്. കുടിക്കാനുള്ള വെള്ളം തീർന്നു പോയെന്നാണ് പറയുന്നത്. കുടിക്കാനുള്ള വെള്ളം തീർന്നു പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഭക്ഷണം നേരത്തെ തീർന്നിട്ടുണ്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ വീഞ്ഞ് മാത്രമല്ല, വീഞ്ഞാണ് അവസാനം തീരേണ്ടത്. മനസ്സിലുണ്ട്? എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണ് വീഞ്ഞ്. പച്ചവെള്ളം തീർന്നു പോയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭക്ഷണമൊക്കെ നേരത്തെ തീർന്നിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ ഒരാൾ ചിന്തിച്ചു വെച്ചിരുന്ന വഴികളിലൂടെ ഒന്നും പോകുന്നില്ല. അവന്റെ അവസാനത്തെ പിടിവള്ളി അതാണ് ഈ വെള്ളം, വീഞ്ഞ്. അതും തീർന്നു കഴിയുമ്പോൾ അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഇനി ഈ നാണക്കേടിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇനി ഈ നാണക്കേടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഇനി അപമാനത്തിൽ നിന്ന് ആരെന്നെ കരകയറ്റും? അപ്പോഴവൻ വന്നിട്ട് അവൻ നോക്കുമ്പോൾ കർത്താവിൻ്റെ നാമം പാടിക്കൊണ്ടിരുന്ന പൗലോസിൻ്റെ ശീലാസിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, രക്ഷപ്പെടാൻ ഞാനിനി എന്തു ചെയ്യും? വായിക്കാമോ? 16-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. അവൻ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, ഉറക്കെ വായിച്ചോ, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരുത്തൻ്റെ തലവര മാറിയത് കണ്ടോ? ആത്മഹത്യ ചെയ്യാതിരുന്നവൻ്റെ വീട് വിരുന്നു വീടായിട്ട് മാറി. മരണ വീടായി മാറേണ്ട ഒരു വീടാണ് അല്ലേ? കാവൽക്കാരൻ ആത്മഹത്യ ചെയ്യാൻ പോയെന്നല്ലേ പറഞ്ഞത്? ആത്മഹത്യ അല്ലേ? മരണ സാഹചര്യത്തിലുള്ളൊരു വീടിനെ എന്താക്കി മാറ്റി? ഒരു വിരുന്ന് ഭവനമാക്കി കർത്താവ് മാറ്റി. ഒരൊറ്റ ചോദ്യത്തിലാണ് മരണ വീട് വിരുന്ന് വീടായി മാറിയത്. ഏതാണ് ചോദ്യം? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരോട് ചോദിച്ചു? ഉത്തരം അറിയാവുന്നവൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാവൂ. വഴി നിൽക്കുന്നവനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഉത്തരം അറിയണം. മനസ്സിലാവുന്നുണ്ടോ? അത് അവനറിയാം, പൗലോസിനറിയാം. കാരണം അങ്ങനെ ഒരു ഉത്തരം ജീവിതത്തിൽ കിട്ടിയവനാണ് ആര്? പൗലോസ്. വീണുപോയവനാണവൻ. ഒരു പ്രകാശം വന്നപ്പോൾ വീണുപോയവനാണ്. ഒരു ലൈറ്റ് മുഖത്തേക്ക് അടിച്ചപ്പോൾ വീണുപോയവനാണ്. പക്ഷെ അവനൊരു പ്രതികരിച്ചു. അങ്ങനെയുള്ളവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം? മരണ വീട് എന്തായി മാറി? വിരുന്നു വീടായി മാറി. മനസ്സിലാവുന്നുണ്ടോ? ഒപ്പീസ്
മാമോദീസയായി മാറി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒപ്പീസയല്ലി അവനെ അടക്കേണ്ടതാണ്, ധൂപപ്രാർത്ഥന നടത്തി അവനെ അടക്കേണ്ടതാണ്. ആ വീട് എന്തായി മാറി? മാമോദീസ അല്ലെ, അനേകം ആളുകൾ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നാണ്. അങ്ങനെ ഒരു വീടായിട്ട് മാറി അല്ലെ. വിലാപത്തെ കർത്താവ് എന്താക്കി മാറ്റും? ആനന്ദമാക്കി മാറ്റും അല്ലെ. വിലാപത്തോടെയാണ് നിങ്ങൾ വിത്ത് കൊണ്ട് വന്നത്, പക്ഷേ കറ്റയും ചുമന്നുകൊണ്ട് നിങ്ങൾ ആനന്ദത്തോടെ മടങ്ങും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. ഇറ്റ്സ് എ ഡിവൈൻ പ്രോമിസ്. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. നിങ്ങൾ എന്ത് ചെയ്യും? വിലാപത്തോടെയാണ് അല്ലെ. അതാണ് മത്തായി സുവിശേഷം 5 നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലെ. അല്ലെ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും, നിങ്ങൾ സന്തോഷിക്കപ്പെടും. വിലപിക്കുന്നവർ, ദൈവരാജ്യത്തിൽ വിലപിക്കുന്നവർ സന്തോഷിക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇനി നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് പൗലോസിന്റെ മാനസാന്തരമാണ്. അതോടെ വായിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ എന്ത് ചെയ്തു? ഒന്നും കാണാൻ 11 മുതലുള്ള വചനം വായിച്ചേ. പ്രകാശത്തിന്റെ തീഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി. അങ്ങനെ ഞാൻ എവിടെ എത്തി? ദമാസ്കസിൽ എത്തി. ആലോചിച്ച് നോക്കിയേ. വലിയ ശക്തിയോടെ വന്നവനാണ് അല്ലേ. ഇപ്പൊ ലോകം കീഴടക്കുമെന്ന് വന്നവനെ എങ്ങനെയാണ് അവൻ അവിടേക്ക് ദമാസ്കസിലേക്കാണ് പോയത്. ഈ യാത്ര തുടങ്ങിയപ്പോൾ ഇവൻ വളരെ കരുത്തനായിരുന്നു അല്ലെ, വളരെ കരുത്തനായിരുന്നു. ദമാസ്കസിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ഇവൻ വളരെ കരുത്തനായിരുന്നു. പക്ഷെ ദമാസ്കസിൽ ഇവൻ എത്തിയത് എങ്ങനെയാണ്? പലരുടെയും കൈ സഹായത്താലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഓർത്തിരിക്കേണ്ടതാണ്, മനുഷ്യ ജീവിതം അങ്ങനെയാണ്. കൈപിടിക്കേണ്ട ഒരു ജീവിതമാണ് എന്ന് പറഞ്ഞാൽ, കൈപിടിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ കൈയാണ്? ദൈവത്തിന്റെ കൈയും പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ഒരൊറ്റയ്ക്കുള്ള ഒരു ഇത് കൊണ്ട് ഒരു സ്പോട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല, ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല. ദമാസ്കസിലേക്ക് വരുന്ന സമയത്ത് ഈ യാത്ര ആരംഭിക്കുന്നതിന്റെ പകുതി വരെയും ഇവനായിരുന്നു നേതാവ്. പക്ഷേ ദമാസ്കസിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറി, കഥ മാറി. ആളുകൾ അവന്റെ കൈക്ക് പിടിച്ച് അവൻ അന്ധനായി മാറി. അവന്റെ കണ്ണുകളിൽ ചെതുമ്പല് പോലെ എന്തോ വന്നിങ്ങനെ മൂടപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. വായിക്കാമോ? കൈക്ക് പിടിച്ച് എന്നെ നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. 12 അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമമനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്നൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു. സഹോദരനായ സാവൂൾ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ പൗലോസിന്റെ കാഴ്ച എന്ത് ചെയ്തു? തിരിച്ചു കിട്ടി. പൗലോസ് ആരെ കണ്ടു? അനനിയാസിനെ കണ്ടു അല്ലെ. അനനിയാസിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനനിയാസിനെ ആരയക്കുന്നതാണ്? കർത്താവ് അയക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അനനിയാസിനെയൊക്കെ ദൈവം അയക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വായിച്ചു തുടങ്ങിയത് യെശയ്യായിലെ ഒരു വചനം വെച്ചുകൊണ്ടാണ് അല്ലെ. കർത്താവ് നിന്നോട് പ്രതികാരം ചെയ്യാനായി വരും അല്ലെ. നമ്മൾ തുടങ്ങിയത് എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞത്? യെശയ്യായിൽ നമ്മൾ വായിക്കുകയാണ്, കർത്താവ് പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുവിൻ. എങ്ങനെയാണ് ദൈവം പ്രതികാരം ചെയ്യുന്നത്? ഒരാളെ നശിപ്പിച്ചിട്ടല്ല, മറിച്ച് ഒരാളെ നേടിയെടുത്തിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ അല്ലെ. ആ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. താഴോട്ട് നമ്മൾ വായിച്ചപ്പോൾ കണ്ടു, അന്ധന്റെ കണ്ണുകൾ തുറക്കപ്പെടും അല്ലെ. ഇവിടെ സാവൂളിന്റെ കണ്ണെന്ത് ചെയ്തു? തുറക്കപ്പെട്ടു. അവൻ ആരെ കണ്ടു? കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ കണ്ടു, ചുറ്റും നിൽക്കുന്ന സഹോദരങ്ങളെ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം ആരോട് പ്രതികാരം ചെയ്തു? സാവൂളിനോട് അല്ലെ. കർത്താവ് എന്താ പറഞ്ഞ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അല്ലെ. കർത്താവ് ആരോട് പ്രതികാരം ചെയ്തു? സാവൂളിനോട് പ്രതികാരം ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ തന്നെ പീഡിപ്പിച്ചിരുന്നവനെ എന്ത് ചെയ്തു? പിന്നീടുള്ള ജീവിതം മുഴുവൻ തന്നെ ഏറ്റുപറയാനായിട്ട് കർത്താവ് വിളിച്ച് അവനോട് പ്രതികാരം ചെയ്തു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയത്തക്കവണ്ണം അവനെ കർത്താവ് ഉയർത്തി. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനെ പ്രതി എൻ്റെ ജീവിതത്തിലുള്ള മറ്റെല്ലാറ്റിനെയും ഞാൻ ഉച്ഛിഷ്ടം പോലെ കാണുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ മനോഭാവത്തിലേക്ക് ആരെ ഉയർത്തി? സാവൂൾ എന്ന് പേരായ ഒരു മനുഷ്യനെ പൗലോസാക്കി മാറ്റി ദൈവം
പ്രതികാരം ചെയ്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതികാരം നശിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രതികാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രതികാരം മനുഷ്യനെ നേടിയെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികാരമാണ്. മനസ്സിലാവുണ്ടോ? സാവൂളിനെ അന്ധനാക്കി മാറ്റി അവനെ ഒരു കുഴിയിലിട്ട് അടച്ച് അവൻ്റെ കണ്ണും എടുത്ത്, അങ്ങനെയല്ല ദൈവം പ്രതികാരം ചെയ്യുന്നത്. ദൈവം പ്രതികാരം ചെയ്യുന്നത് ഒരാളെ ദൈവരാജ്യത്തിനു വേണ്ടി നേടിയെടുത്തുകൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ചില മാനസാന്തരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരാളെ, അല്ലേ, സമൂഹത്തിനും കുടുംബത്തിനും മര്യാദഘട്ടവനായി നടന്ന ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിൻ്റെ വചനം നൽകി, ദൈവസ്നേഹം നൽകി കർത്താവ് എന്ത് ചെയ്തു? വീണ്ടെടുത്തപ്പോൾ അദ്ദേഹം ജോൺ ബോൾ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകനായി ഒരു കുരിശു ഇട്ടുകൊണ്ട് ഇന്ന് നടക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വലിയ കുരിശും പിടിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളിലൂടെ ഒരാളെ യാത്ര ചെയ്യുകയാണ്. ഒരാൾ ഒരു നാൾ ഈ കുരിശിനെ അപമാനിച്ച ആൾ, ഒരു നാൾ ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന ഒരാൾ, ഒരു നാള് കുടുംബത്തെയും കുടുംബജീവിതത്തെയും ബന്ധങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ അപഹസിച്ചിരുന്ന ഒരാള് കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് ഇന്ന് പരിഹാരം ചെയ്യിപ്പിച്ച് പ്രതികാരം ചെയ്യുകയാണ്. എങ്ങനെയാണ് ദൈവം പ്രതികാരം ചെയ്യുന്നത്? ഒരുത്തനെ നശിപ്പിച്ച് മണ്ണിനടിയിലേക്ക് വീഴ്ത്തിക്കൊണ്ടല്ല, മറിച്ച് കർത്താവ് അവൻ തന്നെ ഏറ്റുപറയാനുള്ളൊരു നിയോഗം ഏൽപ്പിച്ചിട്ടാണ് ദൈവം ഒരാളോട് പ്രതികാരം ചെയ്യുന്നത്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുണ്ട്? ഇതെല്ലാം ഒരു പ്രതികാരമാണ്. ദൈവം നമ്മളോടൊക്കെ പ്രതികാരം ചെയ്യുകയാണ്. പള്ളി പോയി ശരിക്കും ഇഷ്ടമില്ലാത്തവനായിരുന്നു ഞാൻ, എന്നെ കർത്താവ് ഇങ്ങനെ നിർത്തിയത് അതിനുള്ളൊരു പ്രതികാരമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അടിച്ചും പിടിച്ചും അല്ലാതെ പള്ളി പോയിട്ടേ ഇല്ല. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് നമ്മളോട് വളരെ മധുര പ്രതികാരം. എന്നാലും ഞാൻ ചില സമയത്ത് ഇങ്ങനെ കർത്താവിലേക്ക് നോക്കിയിട്ട് പറയും, എന്നാലും കർത്താവേ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതല്ലേ നമ്മളെ കർത്താവ് അങ്ങോട്ട്, അല്ലേ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പലയിടങ്ങളിൽ നമ്മളെ കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ മെച്ചം കൊണ്ടല്ല, മറിച്ച് കർത്താവ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടാണ്? ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? ഒരു കല്ലിൽ നിന്ന്, ഒരു മാർബിളിൽ നിന്ന് ഒരു ശില്പം പുറത്തു വരുന്നത് പോലെ ചില ഭാഗങ്ങൾ കൊത്തിക്കളയുന്നു, ചില ഭാഗങ്ങൾ ഷേപ്പ് ചെയ്യുന്നു, അല്ലേ? അവസാനം എന്ത് കിട്ടുന്നു? എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു വെണ്ണക്കൽ പ്രതിമയാക്കി, ഒരു ശില്പമാക്കി കർത്താവ് നമ്മെ രൂപപ്പെടുത്തും. അതുവരെ ഒരു പാറക്കല്ലായിരുന്നു, റോഡിൽ കിടന്ന ഒരു പാറക്കല്ല്, ആർക്കും വേണ്ട. പക്ഷെ അതിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മനോഹരമായ ഒരു ശില്പം ഇങ്ങനെ കൊത്തിയെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ കർത്താവ് ഇങ്ങനെ വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, ചില പരുവപ്പെടുത്തലുകളിലൂടെ, രൂപപ്പെടുത്തലൂടെ ഇങ്ങനെ കയറ്റി വിട്ട് അവസാനം നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവരും നോക്കുന്ന, എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു ജീവിതമാക്കി ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ, ആ ജീവിതം എന്തൊരു സൗഭാഗ്യ ജീവിതം. കേട്ടിട്ടില്ലേ? ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ. അപ്പോൾ അതാണ്, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ നമ്മുടെ കൂടെയുണ്ട്. അതാണെന്ത്? ക്രിസ്തീയ ജീവിതം. ഈ ജീവിതം ഒരു നശിക്കപ്പെട്ട ജീവിതമല്ല, മറിച്ച് ഇതൊരു സൗഭാഗ്യ ജീവിതമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ആര് നമ്മുടെ കൂടെയുണ്ട്? കർത്താവ് കൂടെയുണ്ട്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. എഴുന്നേറ്റെ നമ്മളിനി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ശക്തമായിട്ട് കുറേ അധികം സമയം എടുത്ത് പ്രാർത്ഥിച്ച് നമ്മളിന്ന് ബലപ്പെടാനായിട്ട് പോവുകയാണ്. നമ്മളിനി നോമ്പിലേക്ക്, 25 നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതൊരു നിയോഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ മുതൽ, നാളെ എന്ന് പറയുമ്പോൾ ഏത് ദിവസമാണ്? ഞായറാഴ്ച അല്ലേ? നാളെ മുതൽ ഫെബ്രുവരി മാസം 5-ാം തീയതി വരെ, എന്നാണ് നാളെ മുതൽ ഡിസംബർ 5 മുതൽ ഫെബ്രുവരി 5 വരെ എല്ലാ ദിവസവും നമുക്ക് ധ്യാന കേന്ദ്രത്തിൽ ആത്മീയ ശുശ്രൂഷകളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നാളെ മുതൽ നമുക്ക് ഫ്രീ ഇല്ല. മനസ്സിലാവുണ്ട്? ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയുന്നത് പോലെ അതിനിടയ്ക്ക് നമുക്ക് ക്രിസ്മസ് വരുന്നുണ്ട്, പിന്നെ ബൈബിൾ ഇൻ ആൻ ഇയറിൻ്റെ ഗ്യാതറിങ് വരുന്നു. പുതിയൊരു വർഷത്തിലേക്ക്, ന്യൂ ഇയർ ജനുവരി 1-ാം തീയതി നമ്മൾ പ്രവേശിക്കുന്നു. പിന്നെ അതിനുശേഷം ബൈബിൾ സ്റ്റഡി, അതിനുശേഷം അച്ഛന്മാരുടെ ഇംഗ്ലീഷ് റിട്രീറ്റുകൾ, അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നാളെ ഡിസംബർ നാളെ മുതൽ 30-ാം തീയതി, നാളെ 30 അല്ലേ? 30 മുതൽ 5-ാം തീയതി വരെ, ഇവിടെ 4-ാം തീയതി വരെ അച്ഛന്മാരുടെ ധ്യാനം നടക്കുകയാണ്. മനസ്സിലാവും? നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ധ്യാനിക്കുകയാണ്. ഡാനിയൽ അച്ഛൻ ഉൾപ്പെടെ ഞങ്ങൾ ധ്യാനിപ്പിക്കുകയല്ല, ഞങ്ങൾ ധ്യാനിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പിതാവ് ഉൾപ്പെടെ ഞങ്ങളിവിടെ
ധ്യാനിക്കുകയാണ്. അപ്പോൾ കാട്ടൂർ എന്ന് പറയുന്ന അച്ഛനാണ് നമ്മളെ ധ്യാനിപ്പിക്കുന്നത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം നാളെ വൈകുന്നേരം മുതൽ ആ ധ്യാനം തുടങ്ങുകയാണ്. 5-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഇവിടെ നമുക്ക് സിസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ധ്യാനം ഇവിടെ നടക്കുകയാണ്. 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ വചനാഭിഷേക ധ്യാനം നടക്കുകയാണ്. 18-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 347 സിസ്റ്റേഴ്സിൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി നടക്കുകയാണ്. 31-ാം തീയതി പിന്നെ BIY എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഡാനിയൽ അച്ഛനോട് ചേർന്ന് ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് BIY. ന്യൂ ഇയർ സർവീസാണ് 31-ാം തീയതി. അത് കഴിഞ്ഞ് ജനുവരി 1 മുതൽ വീണ്ടും 10-ാം തീയതി വരെ ബൈബിൾ സ്റ്റഡിയാണ്. ഇംഗ്ലീഷ് ബൈബിൾ, നമ്മുടെ പൊതുവായിട്ട് ആളുകൾക്ക് വേണ്ടിയുള്ള മലയാളം ബൈബിൾ സ്റ്റഡിയാണ്. 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലുമുള്ള ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ധ്യാനമാണ്. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത ഘട്ടം ഫോർമേഷൻ നടക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ 5 വരെ അടുത്ത വചനാഭിഷേക ധ്യാനം നടക്കുകയാണ്. അപ്പം നാളെ മുതൽ ഫെബ്രുവരി 5 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ശക്തമായിട്ട് നമ്മുടെ സെൻറ്ററിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ ദിവസം പോലും ഗ്യാപ്പില്ലാതെ നമ്മളിനി ഓടിയാലേ ഈ ശുശ്രൂഷകൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. പ്രത്യേകിച്ച് പുതിയൊരു വർഷത്തിലേക്ക്, കർത്താവിൻ്റെ ജനന തിരുനാൾ, അതെല്ലാം വളരെ അനുഗ്രഹപ്രദമായി മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഡിസംബർ 1 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒരു 15 മിനിറ്റ് ഡാനിയലച്ചൻ ഒരു വചന സന്ദേശം, ഒരു ക്രിസ്മസ് മെസ്സേജ് നമുക്ക് തരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അതുവരെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അല്ലേ, അങ്ങനെ ക്രിസ്മസിനു വേണ്ടി നമ്മൾ കർത്താവിൻ്റെ ജനന തിരുനാളിനു വേണ്ടി ആത്മീയമായി ഡാനിയൽ അച്ഛനോട് ചേർന്ന് 25 നോമ്പ് നമ്മൾ വളരെ അനുഗ്രഹപ്രദമായിട്ട് ഈ വർഷം ആചരിക്കും. അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ജീവിക്കണം അല്ലേ. വിശുദ്ധർ പറഞ്ഞത് എന്താണ്? 1000 പുൽക്കൂടുകളിൽ ക്രിസ്തു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ അത് വെറുതെയാണ് അല്ലേ. 1000 പുൽക്കൂടുകളിൽ യേശു പിറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഹൃദയത്തിൽ ആര് പിറക്കണം? കർത്താവ് പിറക്കണം. അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ധ്യാന കേന്ദ്രത്തിൻ്റെ ഓരോ ചുവരിലും അഭിഷേകം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവും? ചുവരിൽ പോലും അഭിഷേകമാണ്. ഒരാൾ അതിനകത്ത് ചാരി ഇരുന്നാൽ അതിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടാകണം. പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മേളിൽ നിന്ന് അല്ലേ, ചുവര് വഴി ജനലിനകത്തോട് ഒരുത്തൻ താഴെ വീണു. വെറുതെ വീണതല്ല, അവൻ ഉറങ്ങി വീണതാണ്. പക്ഷേ താഴെ വന്ന് അവൻ മരിച്ചുവെങ്കിലും അല്ലേ, ആ ചുവരിനൊരു അഭിഷേകം ഉണ്ടായതുകൊണ്ട് പൗലോസ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പോയി മുഖം കഴുകിയിട്ട് വരാൻ പറഞ്ഞു. മനസ്സിലാവുന്നത്? അതാണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ അല്ലേ, അത്രയും പ്രൊട്ടക്ഷനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മേളിൽ നിന്ന് വീഴുന്നവൻ അല്ലേ, അവൻ കഴുത്തൊടിഞ്ഞ് മരിക്കേണ്ടതാണ്. അവൻ താഴെ വന്ന് വീണു, അവൻ മരിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെയൊന്നും ഉറങ്ങരുത്, ആ മെളിക്കിരുന്ന് ഉറങ്ങരുത്, താഴെ എഴുന്നേ ഉറങ്ങാവൂ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം മാറ്റപ്പെട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? വീണുപോയ മുറ്റത്തിനും എന്തുണ്ടായിരുന്നു? ഒരു അഭിഷേകം ഉണ്ടായി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ വീഴുന്നുവെങ്കിൽ അതാരുടെ മുമ്പിലാണ്? അപ്പം എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. വലിയ അഭിഷേകം ഈ സ്ഥലത്തുണ്ടാകണം. നമ്മൾ കുറേ പ്രോഗ്രാമുകൾ നടത്തുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നൊരു പ്രോഗ്രാമല്ല അല്ലേ, ഒരു പ്രോഗ്രാമല്ല. കുറേ അറിവ് കിട്ടുക, അതൊന്നുമല്ല. അതിലൂടെ ദൈവരാജ്യ ശുശ്രൂഷകൾ, മനുഷ്യൻ്റെ ഉള്ളിലെ അനുതാപം, കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടണം, പൗരോഹിത്യം, ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ഈ ശുശ്രൂഷകൾ. അപ്പം അതുകൊണ്ട് നിങ്ങളിവിടെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളായതുകൊണ്ട് ഇവിടെ എന്ത് ശുശ്രൂഷ നടന്നാലും അതിൻ്റെ എല്ലാ ഓഹരി ആർക്ക് ലഭിക്കും? നിങ്ങൾക്ക് ലഭിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്ന് വരുമ്പോൾ അല്ലേ, വിരുന്നുകാർ അല്ല പോയി കഴിഞ്ഞു, പക്ഷേ ഒന്നുമില്ലെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലായിടത്തും വിഴുങ്ങുന്നവരായിരിക്കും, പക്ഷേ ഞങ്ങളുടെയൊക്കെ വീടുകളെ അങ്ങനല്ല അല്ലേ. എത്ര വലിയ വിരുന്നുകാർ വന്നാലും മക്കൾക്ക് കൊടുക്കാനായിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ മേശയിൽ നിന്നുള്ള ഷെയർ എപ്പോഴും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓർത്തോണോ? ഇത് ഭയങ്കരമാണ്. ഇതിൻ്റെ ഷെയർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആരൊക്കെ ഇവിടെ വരികയോ പോവുകയോ ചെയ്യുന്നോ അവർക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ സ്ഥിരം ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭിഷേകം ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ കൂടുന്നവർ അവർക്കെല്ലാം ഈ മേശയിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടേയിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ 2 മാസത്തെ ശുശ്രൂഷകൾ
മനസ്സിലാവണം. ആർക്കും ഇവിടെ ഒരു അനാരോഗ്യം വരാനായിട്ട് പാടില്ല. കാരണം ഒരു പനി പിടിച്ച് കിടക്കാനുള്ളൊരു സ്പേസ് നമുക്കില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ഒരു സമയമില്ല. മനസ്സിലാവുണ്ട്. ഒരു ഗുളി കഴിക്കാനുള്ള സമയമില്ല, ഒന്ന് വിശ്രമിക്കാനുള്ള സമയമില്ല. കർത്താവ് നമ്മളെ ഇങ്ങനെ, അത് ഭയങ്കര ഒരു ആത്മാവിൻ്റെ കാറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് ഒരുപാട് സിസ്റ്റേഴ്സ്, അച്ഛന്മാർ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന സമയമാണ് ഈ ഡിസംബർ, ജനുവരി മാസങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അച്ഛന്മാർ വന്ന് പ്രാർത്ഥിച്ചു, സിസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഡബിൾ അനോയിൻമെൻ്റ് അതിനകത്ത് കിട്ടും.